ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ട്രഡീഷണൽ വില്ലേജ് ആർട്ടിൽ ഇൻസ്പയർഡായി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. ഇതിൽ ഒരെണ്ണം മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. അതിനായിട്ട് ഇത് അതേപോലെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുക്കുക, എന്നിട്ട് അതിലൊരു സർക്കിൾ ഷേപ്പ് വരച്ചെടുക്കുക. അതിനുശേഷം സിസർ ഉപയോഗിച്ച് അതേ ഷേപ്പിൽ തന്നെ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിന് മുകളിൽ പേപ്പർ സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുക്കണം. അതുമേലായിരിക്കും നമ്മൾ ചെയ്തെടുക്കുന്ന ഓരോ ബോഡി പാർട്സും ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് അതേപോലെ ഒരു പേപ്പർ എടുക്കുക, എന്നിട്ടൊരു സ്റ്റിക്കോ പെൻസിലോ ഉപയോഗിച്ച് അതിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് ഇതേപോലെ ചുരുട്ടിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ എൻ പോർഷൻ ഗം ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. ഇനി ഇതിൻ്റെ രണ്ട് സൈഡും നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 16.5 സെൻറ്റിമീറ്റർ ലെങ്ത്തിലായിരിക്കും ഇത് കിട്ടുക. ഇനി ഇത് സർക്കിളിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഗം ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളിതിലെല്ലാം ഒട്ടിച്ചെടുക്കുന്നത്. നമ്മളിപ്പോൾ ഇതിൽ ഒരു മ്യൂസീഷ്യനെ മാത്രമാണ് ചെയ്ത് കാണിക്കുന്നതെങ്കിലും മ്യൂസിക്കൽ ട്രേ ആണല്ലോ നമ്മുടെ തീം. അപ്പോൾ അതിനായിട്ട് എല്ലാ മ്യൂസീഷ്യൻ്റെയും ബോഡി പാർട്സ് ഒരേ സൈസിലും ഷേപ്പിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് ഇതേപോലെ ഒരു വൈറ്റ് കളർ പേപ്പർ എടുക്കുക. എന്നിട്ട് അത് ഈക്വൽ ഹാഫായിട്ട് മടക്കിയിട്ട് നമുക്ക് വേണ്ട ഷേപ്പിൽ അത് വരച്ചെടുക്കുക. അതിനുശേഷം സിസർ ഉപയോഗിച്ച് അതേ ഷേപ്പിൽ തന്നെ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി കുറച്ച് കട്ടിയുള്ള പേപ്പറിലാണ് നമ്മളിത് വരച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് പഴയ നോട്ട്ബുക്കിൻ്റെ ചട്ടയോ അതല്ലെങ്കിൽ ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ നമുക്ക് പുതിയ ഷർട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൽ കിട്ടുന്ന കട്ടിയുള്ളൊരു പേപ്പർ ഉണ്ടല്ലോ, അതും എടുത്തിട്ട് അതിന് മുകളിലായിട്ട് ഇതേപോലെ വരച്ചെടുക്കാം. ഹാർട്ട് ഷേപ്പിലുള്ള 2 പീസസാണ് നമുക്ക് വരച്ച് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള പേപ്പർ സ്റ്റിക്കിൻ്റെ താഴെയായിട്ട് 2 സൈഡിലും ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ 2 സൈഡിൽ നിന്നും ഒട്ടിച്ചെടുക്കുമ്പോഴായിരിക്കും നമുക്ക് താഴെ കുറച്ച് സപ്പോർട്ടായിട്ട് ഒന്ന് ബാലൻസ് ആയിട്ട് ഇരിക്കുക. കാരണം ഇതിന് മുകളിലേക്കാണ് നമ്മൾ ഇനിയുള്ള കാര്യങ്ങളെല്ലാം ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഭാഗം സെറ്റ് ചെയ്യുന്നതിനായിട്ട് വൈറ്റ് കളർ പ്ലെയിൻ പേപ്പർ എടുക്കുക. എന്നിട്ട് അത് ഈക്വൽ ഹാഫായിട്ട് മടക്കിയിട്ട് അതിൻ്റെ മടക്കുള്ള ഭാഗത്ത് ഇതേപോലെ വരച്ചു കൊടുക്കുക. വരച്ച ഭാഗം അതേ ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലായിരിക്കും കിട്ടുക. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ കട്ടിയുള്ളൊരു പേപ്പർ എടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഇത് വെച്ച് അതേ ഷേപ്പിൽ തന്നെ ഒന്ന് വരച്ചെടുക്കുക. വരച്ചെടുത്തതിന് ശേഷം അത് അതേ ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി അത് നമ്മൾ നേരത്തെ ഒട്ടിച്ചു കൊടുത്ത ഹാർട്ട് ഷേപ്പിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഇതേ രീതിയിൽ ഒട്ടിച്ചെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഹെഡ് പോർഷനാണ് സെറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇത് അതേപോലെ വീണ്ടും ഒരു കട്ടിയുള്ള പേപ്പർ എടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് വരച്ചു കൊടുക്കുക. ഇനി അത് അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഒട്ടിച്ചു കൊടുത്തതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കളർഫുള്ളാക്കി എടുക്കുന്നതിനായിട്ട് കളർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അക്രിലിക് കളേഴ്സാണ്. നമുക്ക് ഇഷ്ടമുള്ള കളറിൽ പെയിൻറ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ താഴെ ഏത് കളറാണോ യൂസ് ചെയ്യുന്നത് അതേ കളർ തന്നെയാണ് നമ്മൾ ഹെഡിലെ തലപ്പാവിൻ്റെ പോർഷനിലും പെയിൻറ് ചെയ്തെടുത്തിട്ടുള്ളത്.
ഇനി സെൻറ്റർ പോർഷനിൽ നമ്മൾ റെഡ് കളറാണ് കൊടുക്കുന്നത്. എല്ലാ പാർട്സും കളർ ചെയ്തതിന് ശേഷം നമുക്ക് ബേസ് ബ്ലാക്ക് കളർ ഉപയോഗിച്ചിട്ട് കളർ ചെയ്തെടുക്കാം. സെൻറ്ററിലും നമ്മൾ അതേ കളർ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. ഇനി ചെയ്യുന്നത് സെൻറ്ററിലെ റെഡ് കളർ ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അതിന് മുകളിലായിട്ട് നമ്മൾ വൈറ്റ് കളർ ഉപയോഗിച്ചിട്ട് ചെറുതാക്കി ഇതേപോലെ അടുപ്പിച്ചടുപ്പിച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി വൈറ്റ് കളർ തന്നെയാണ് നമ്മൾ ഫേസിനും കൊടുക്കുന്നത്. അതിനുശേഷം സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ണും മൂക്കും ഒക്കെ ഒന്ന് വരച്ചെടുക്കാം. ഇനി ബ്ലാക്ക് സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ട് താഴെയും മുകളിലൊക്കെ ആയിട്ടൊന്ന് ബോർഡർ വരച്ച് ഡ്രസ്സ് മടങ്ങിയിരിക്കുന്നത് പോലെ കാണിക്കുന്നതിനായിട്ട് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതേപോലെ ഒന്ന് ലൈൻ വരച്ച് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഹാൻഡ്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒരു വൈറ്റ് കളർ പേപ്പർ എടുക്കുക. അളവ് ഞാനിതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊരു സ്റ്റിക്കോ പെൻസിലോ ഉപയോഗിച്ചിട്ട് അതിൻ്റെ കോർണറിൽ നിന്ന് ഇതേ രീതിയിൽ ചുരുട്ടിയെടുക്കാം. ഇനി അതിൻ്റെ എൻഡ് പോർഷൻ ഗം ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം. ഇനി സിസർ ഉപയോഗിച്ച് അതിൻ്റെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയുള്ള ആർട്സിൽ കൈകളൊക്കെ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ളതിനേക്കാളും കുറച്ച് കൂടുതൽ ലെങ്ത്തിൽ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മളത് ഒട്ടിച്ച് കൊടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള എക്സ്ട്രാ പീസസ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയാവും. അതിനുശേഷം ബ്ലാക്ക് കളർ പെയിൻറ് ഉപയോഗിച്ചിട്ട് അതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ടെണ്ണമാണ് നമുക്കിതുപോലെ ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഇൻസ്ട്രുമെൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിവിടെ ചെണ്ടയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിനായിട്ട് കാർഡ്ബോർഡിൻ്റെ ഇതേപോലെ ഒരു പീസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ പ്ലെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ രണ്ട് സൈഡിൽ നിന്നും കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിലെ ഭാഗം മാത്രമാണ് നമുക്ക് എടുക്കേണ്ടത്. പേപ്പർ ചുരുട്ടിയിട്ട് അതിൻ്റെ രണ്ട് സൈഡും ഗം ഉപയോഗിച്ച് ചേർത്ത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിൽ നിന്ന് എടുത്ത പ്ലെയിൻ ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അത് രണ്ട് സൈഡിലുമായിട്ട് ഗം ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചെണ്ട സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടൈ ചെയ്ത് കൊടുക്കാനായിട്ട് ത്രെഡോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു ക്ലോത്തിൻ്റെ പീസോ എടുക്കണം. ഇത് ശരിക്കും വൈറ്റ് കളർ ക്ലോത്താണ്. അപ്പോൾ വൈറ്റ് കളർ വെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആർട്ടുമായിട്ട് അതൊന്നും സിങ്ക് ആവുന്നില്ല. അപ്പോൾ ഞാൻ വൈറ്റ് കളർ ക്ലോത്ത് എടുത്തിട്ട് ഇതേപോലെ കളർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ക്ലോത്തിൻ്റെ പീസ് ഈക്വൽ ഹാഫായിട്ട് മടക്കി അതിൻ്റെ സെൻട്രൽ പോർഷൻ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ചെണ്ടയുടെ രണ്ട് സൈഡിലുമായിട്ട് ഗം ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കുക. ഇനി നമുക്ക് വേണ്ട ലെങ്ത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് അതൊന്ന് ടൈ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു സ്റ്റെപ്പ് കൂടി ചെയ്തെടുക്കാനുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള കൈകൾ ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. എത്ര ലെങ്ത്താണോ നമുക്ക് വേണ്ടത് ആ ഒരു ലെങ്ത്ത് എടുത്ത് ബാക്കി എക്സ്ട്രാ പീസസ് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം രണ്ട് സൈഡിലുമായിട്ട് ഗം ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കുക.
അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്രാഫ്റ്റ് സെറ്റായിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ ഇതിന് തൊട്ട് മുൻപ് ഉണ്ടാക്കിയതാണ്. നമുക്കിതൊരു ഡെസ്ക് ഡെക്കറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കുട്ടി ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.